ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ ജനറൽ ആയിട്ടാണ് പറയുന്നത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്പിറ്റലിനെ കുറിച്ചല്ല കേട്ടോ. ഇക്ര ഹോസ്പിറ്റൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇക്ര ഹോസ്പിറ്റൽ നമ്മൾ ട്രെയിനിങ്ങുകൾ ചെയ്യാറുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ ഒരു തവണ ട്രെയിനിങ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ പോയപ്പോഴും വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു. അവരുടെ ടോപ്പ് മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലൂടെയാണ് ഇക്ര. പലതരത്തിലുള്ള ചാരിറ്റബിൾ ഫണ്ടിങ്ങിലൂടെയൊക്കെ ഫണ്ട് വരികയും ആ ഫണ്ട് മാക്സിമം രോഗികളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുകയും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമർ കെയറും പേഷ്യൻ്റ് കെയറും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി സ്ഥിരമായി ട്രെയിനിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പ് കൂടിയാണ് ഇക്ര. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാരണം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഹോസ്പിറ്റൽസുമായിട്ട് നമ്മൾ സ്ഥിരമായി കണക്റ്റഡ് ആണ്. അത്തരത്തിൽ ട്രെയിനിങ്ങുകൾ പേഷ്യൻ്റ് കെയറിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരുപാട് ഹോസ്പിറ്റൽസും നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ചെറിയ ഹോസ്പിറ്റലുകളിലും നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് പല ഹോസ്പിറ്റലുകളിലും കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 9 പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇക്ര പോലുള്ള ഹോസ്പിറ്റൽസ് ഈ പ്രശ്നങ്ങളെ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യുകയും അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ബ്രാൻഡായിട്ട് മാറുന്നത്. എങ്കിലും സ്ഥിരമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പലപ്പോഴും എക്സൽ ചെയ്യാൻ സാധിക്കുക, ഒരു ബ്രാൻഡായി നിലനിൽക്കാൻ സാധിക്കുക. പ്രത്യേകിച്ചും ചെറിയ ഹോസ്പിറ്റലുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 9 കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് റിസോഴ്സ് കൺസ്ട്രെയിൻസ് തന്നെയാണ്. എന്താണ് റിസോഴ്സ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. നല്ല ഡോക്ടർമാരുണ്ടാവുക, നല്ല സ്റ്റാഫ് ഉണ്ടാവുക, നല്ല നേഴ്സുമാരുണ്ടാവുക, സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടാവുക വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നേഴ്സുമാരും സപ്പോർട്ടിങ് സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ പലപ്പോഴും വിദേശത്തേക്ക് അങ്ങ് പോകാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് നല്ല സ്റ്റാഫിനെ കിട്ടാനും നല്ല രീതിയിൽ റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്താൻ പലപ്പോഴും ഹോസ്പിറ്റൽസിന് കഴിയാറുമില്ല. അപ്പോൾ പലപ്പോഴും ചില തമ്പ് റൂളുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ചില മാർക്കറ്റിൽ നിലവിലുള്ള ചില രീതികൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേണ്ടി വരും ഈ റിസോഴ്സുകളെ നമ്മൾ പിടിച്ചു നിർത്താൻ. നല്ല ഡോക്ടർമാരെയും നല്ല നേഴ്സുമാരെയും നല്ല പേഷ്യൻ്റ് കെയർ ചെയ്യുന്ന ആളുകളെയും സപ്പോർട്ട് സിസ്റ്റത്തെയൊക്കെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിലാവും. അങ്ങനെ നല്ല ഹ്യൂമൻ റിസോഴ്സസ് നമ്മളുടെ കൂടെ വേണമെങ്കിൽ നമ്മളുടെ കയ്യിൽ മറ്റൊരു റിസോഴ്സ് കൂടി വേണം. അത് മണി എന്ന റിസോഴ്സാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫണ്ടില്ലാതെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പല കാര്യത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ നല്ല എക്യുപ്മെൻറ്റ്സ് അവിടെ ഇല്ലാതെ പോകുന്നത്, നല്ല മെഷീനറി ഇല്ലാതെ പോകുന്നത്, പലതരത്തിലുള്ള ടെസ്റ്റുകൾക്കുള്ള സംവിധാനങ്ങളില്ലാതെ പോകുന്നത്, ടെസ്റ്റുകളിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ടോട്ടലായിട്ടുള്ള പേഷ്യൻ്റ് കെയറിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇനിയുള്ള കാലഘട്ടത്തിൽ അത് ടെക്നോളജി ഇൻ്റഗ്രേഷനാണ്. ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഓരോ നിമിഷവും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നാനോ ബോട്ടുകളടക്കമുള്ള, അതായത് ചെറിയ ചെറിയ റോബോട്ടുകളെ അടക്കം മനുഷ്യ ശരീരത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ട് മെഡിസിൻ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ശാസ്ത്രം വികസിച്ചിരിക്കുന്നു. പക്ഷേ നമ്മളുടെ പല ഹോസ്പിറ്റലുകളിലും ടെക്നോളജി 7 അയലത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തിന്? പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റിനോ ഒരു ക്യൂ സിസ്റ്റത്തിനോ പോലുമുള്ള ടെക്നോളജി പോലും അഡോപ്റ്റ് ചെയ്യാൻ പലപ്പോഴും പല ഹോസ്പിറ്റലുകൾക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു, വലിയ കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ടെക്നോളജി ഇൻ്റഗ്രേഷൻ ഇല്ലാതെ ഇനിയുള്ള കാലത്ത് മെഡിക്കൽ സയൻസ് പുരോഗമിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ ശ്രമിക്കണം. ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സിലൊക്കെ വലിയ രീതിയിൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് തിരിച്ചറിയുക. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ പേഷ്യൻസ് അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് പേഷ്യൻ്റ് ഓവർലോഡാണ്. പല സ്ഥലങ്ങളിലും, ഇപ്പോൾ പല ചെറിയ ഹോസ്പിറ്റലുകളിലടക്കം പേഷ്യൻസിന് കാര്യമായിട്ടുള്ള പഞ്ഞമൊന്നുമില്ല. സ്ഥിരമായി പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ, കൃത്യമായ കെയർ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ കൃത്യമായി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, OP കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്നു. ഇതിൻ്റെ സ്കെഡ്യൂളിങ്ങിൽ
പ്ലാനിങ്ങിൽ ഒക്കെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ഈ പേഷ്യൻറ്റിൻ്റെ വലിയ ഓവർ ക്രൗഡ് ആവുന്നത് മാറ്റുകയും കൃത്യമായിട്ട് അവരെ കൊണ്ട് മാനേജ് ചെയ്ത് പോവുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ആണ്. പലപ്പോഴും വലിയ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഡോക്ടർമാരും പേഷ്യൻസും തമ്മിലുണ്ടാവാറുണ്ട്. പലപ്പോഴും ഡോക്ടർമാർ പൊതുവേ കണ്ടിട്ടുള്ളത് അത്ര കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്സ് അല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് സോഫ്റ്റ് സ്കിൽസിലോ ലൈഫ് സ്കിൽസിലോ ഒന്നും കാര്യമായ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പല ഡോക്ടർമാരും പറയുന്നതോ എഴുതുന്നതോ ഒന്നും പേഷ്യൻസിന് കൃത്യമായി മനസ്സിലാകാറില്ല. അതിനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ചിലപ്പോൾ ഒരു നഴ്സിൻ്റെ രൂപത്തിലോ വേറെ ഏതെങ്കിലും ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ രൂപത്തിലോ പല ഹോസ്പിറ്റൽസിലും ഉണ്ടാകാറുമില്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ കണ്ണുകളിൽ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികളൊന്നും പല ഹോസ്പിറ്റൽസിലും കാണാറുമില്ല. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. എന്താണ് ഇനി ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, എന്തൊക്കെ തരത്തിലാണ് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, കെയർ കൊടുക്കേണ്ടത്, ഈ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറും തമ്മിലോ അല്ലെങ്കിൽ ഈവൻ ആ ഹോസ്പിറ്റൽസിലെ എംപ്ലോയീസ് തമ്മിലോ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ, വലിയ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ് റെഗുലേറ്ററി കംപ്ലയിൻറ്റ്സ് ആണ്. പലപ്പോഴും ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള റെഗുലേറ്ററി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം ഇത് നടത്തിക്കൊണ്ട് പോകാനായിട്ട്. ഓരോ കാര്യത്തിലും കൃത്യമായിട്ടുള്ള രീതികളുണ്ട്, ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള പോളിസികളുണ്ട്, NABH അക്രഡിറ്റേഷൻ പോലുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷനുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാൻഡർഡൈസേഷനുകൾ പാലിച്ചില്ലെങ്കിൽ പലപ്പോഴും ലൈസൻസ് പോലും കട്ടാവുന്ന അവസ്ഥ പോലും ഉണ്ടാവും. അപ്പോൾ ഓരോ വളരെ ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും ഈവൺ അതൊരു വേസ്റ്റ് ഡിസ്പോസൽ ആവട്ടെ, ചിലപ്പോൾ സാനിറ്ററി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലാവട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതും വളരെ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവോൾവിങ് മെഡിക്കൽ നോളജാണ്. നമുക്കറിയാം മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് എവർ ഇവോൾവിങ് ആയിട്ടുള്ള ഒരു സയൻസാണ്. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നതായിരിക്കില്ല നാളത്തെ സത്യം എന്ന് പറയുന്നത്. നാളെ പുതിയ ചില കണ്ടുപിടുത്തങ്ങളുണ്ടാവാം, പുതിയ രീതികളുണ്ടാവാം, സർജറിയിൽ പുതിയ മെക്കാനിസം വരാം. ഇപ്പോൾ പുതിയ റോബോട്ടിക് സർജറി അടക്കം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പുതിയ തരത്തിലുള്ള മെഡിക്കൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെ എത്രമാത്രം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും ഈ ചെറിയ ക്ലിനിക്കുകളോ ചെറിയ ഹോസ്പിറ്റൽസോ പുതിയ തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും ഇല്ലാതെ പ്രവർത്തിക്കുന്നത് പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ മെത്തഡോളജീസ്, പുതിയ രീതികൾ, പുതിയ മരുന്നുകൾ, പുതിയ മോളിക്യൂൾസ്, പുതിയ ഫാർമക്കോളജിക്കലായിട്ടുള്ള റിസർച്ചുകൾ, ഇതിനെക്കുറിച്ചൊക്കെ എത്രമാത്രം അവയർനെസ് ഉണ്ടാകുന്നുവോ അത്രമാത്രം സാധ്യതകൾ പുതിയ ഹോസ്പിറ്റൽസിനുണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്തത് പേഷ്യൻ്റ് എൻഗേജ്മെൻ്റ് ആണ്. പേഷ്യൻ്റ് അവയർനെസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ ഒപ്പം തന്നെ അവരുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു പരിപാടി. പലപ്പോഴും പേഷ്യൻസുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ബന്ധവും ഹോസ്പിറ്റൽസിന് ഉണ്ടാക്കാൻ കഴിയാറില്ല. ഒരു ഹോസ്പിറ്റലുമായി വളരെ ഇമോഷണലി ബന്ധമുള്ള ഒരു രോഗിക്ക് ആ ഹോസ്പിറ്റൽ വിട്ടു പോകാനേ കഴിയില്ല. അതിന് കാരണം നമുക്ക് പലപ്പോഴും അറിയാവുന്നതുപോലെ തന്നെ നമ്മളുടെ രോഗത്തിൻ്റെ ഒരു വലിയ ഭാഗം നമ്മളുടെ മെൻ്റലായിട്ടുള്ള ഭാഗമാണ്. ഫിസിക്കലായിട്ടുള്ള രോഗമുണ്ടെങ്കിൽ പോലും നമ്മളുടെ മെൻ്റൽ ഫിറ്റ്നസ് അതിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം സൗണ്ടായിട്ടുള്ള ഒരു മൈൻഡ് ആ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രയും സാധ്യതയുണ്ട് ആ പേഷ്യൻ്റ് ബെറ്റർ ആവാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയും പേഷ്യൻറ്റിനെ എൻഗേജ് ചെയ്യുകയും പേഷ്യൻറ്റിന് വളരെ ഹാപ്പിനെസ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ആ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് എമർജൻസി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ടായിരിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് പോകുമ്പോൾ അവരുടെ കെയർ അത്രയും പ്രധാനമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കേസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. പല ഹോസ്പിറ്റലുകളിലും നമ്മൾ പോകാറുള്ള, ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ അത്യാവശ്യമായിട്ടായിരിക്കും പോകുന്നത്. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമായിരിക്കും. പക്ഷേ കാഷ്വാലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അവർ വളരെ ലൈറ്റായിട്ടുള്ളൊരു അപ്രോച്ചിൽ ശരി അവിടെ കിടത്തു, ഡോക്ടർ ഇപ്പോൾ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് ആ സമയം അങ്ങ് പോകുന്നത് കാണുമ്പോൾ നമ്മളുടെ ഹൃദയം അങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അത്രയും സ്പീഡിലായിരിക്കും, വളരെ റിസ്ക് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ എടുക്കുന്ന പല ഹോസ്പിറ്റൽസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എമർജൻസി കെയർ കൊടുക്കാനുള്ള ഫുൾ സംവിധാനം, സെറ്റപ്പ് അവിടെ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും ഈ ആസ്റ്റർ പോലുള്ള ഹോസ്പിറ്റലുകൾ, ചില ചെറിയ ഹോസ്പിറ്റൽസിലെ എമർജൻസി വിഭാഗം കൈകാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
അവിടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം പലപ്പോഴും വർക്ക് ചെയ്യുന്നത് കാണാം. കാരണം അവർക്കതിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും സെറ്റപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് എമർജൻസിയിലേക്ക് വരുമ്പോൾ എങ്ങനെ അവരെ ടേക്ക് കെയർ ചെയ്യണമെന്നും എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ കൺഫ്യൂഷൻസിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നും ഒക്കെ കൃത്യമായി അതിനകത്ത് ആ ഒരു SOPക്കകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള SOPയിലൂടെ തന്നെ എമർജൻസി വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആൻഡ് ഫൈനലി വർക്ക് ഫോഴ്സ് ബേൺ ഔട്ടാണ്. വർക്ക് ഫോഴ്സ് ബേൺ ഔട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, ഹ്യൂമൻ റിസോഴ്സസിലുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ഇവരെ സപ്പോർട്ട് സ്റ്റാഫുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഫേസ് ചെയ്യുന്നത്, എല്ലാ ദിവസവും കാണുന്നത് വലിയ വിഷമങ്ങളാണ്, പ്രശ്നങ്ങളാണ്, ആക്സിഡൻ്റാണ്, രോഗങ്ങളാണ്. പെട്ടെന്ന് നമ്മളുടെ തോട്ടൊക്കെ നെഗറ്റീവായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഭയങ്കര സ്ട്രെസ്സിലേക്കൊക്കെ പോകും. പലപ്പോഴും പല ഹോസ്പിറ്റൽസിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും സാലറിയും ഒക്കെ വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യലി അവർ വളരെ ബുദ്ധിമുട്ടിലുള്ള ആളുകളായിരിക്കും. ഒപ്പം തന്നെ അവർക്ക് വീടും ജോലി സ്ഥലവും തമ്മിൽ മാനേജ് ചെയ്യാനുള്ള ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതും വളരെ കുറവായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബേൺ ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം, അവരുടെ പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കാം, മറ്റുള്ളവരുമായിട്ട് കൊളീഗ്സുമായിട്ട് പ്രശ്നങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒതുക്കി തീർക്കുന്നതിന് അല്ലെങ്കിൽ കൃത്യമായി മാനേജ് ചെയ്തു പോകുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള ഒരു HR പോളിസിയും HR മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇതും വളരെ നന്നായി ടേക്ക് കെയർ ചെയ്യണം. ഇതെല്ലാം ഈ 9 പ്രശ്നങ്ങളും കൃത്യമായി ടേക്ക് കെയർ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണത് മാനേജ് ചെയ്യാനും ഒരു പരിധിവരെ. കാരണം ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതെല്ലാം കൃത്യമായിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു സ്ട്രക്ചറിൽ ഇതിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി കുറച്ചുകൂടി സമയം മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞാൽ ചെറിയ ഹോസ്പിറ്റൽസിന് പോലും വലിയ ബ്രാൻഡുകളായിട്ട് മാറാമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ ചുറ്റുപാടും കാണുന്ന ഇപ്പോൾ ഇക്രയാവട്ടെ, ആസ്ട്ര ആവട്ടെ, ഇതുപോലുള്ള പലതരത്തിലുള്ള ബ്രാൻഡുകൾ നമുക്കറിയാം. ഇങ്ങനെയുള്ള മിക്ക ബ്രാൻഡുകളും ആക്ച്വലി കൃത്യമായിട്ടുള്ള സ്ട്രക്ചറും സിസ്റ്റവും ഉണ്ടാക്കി അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതും ആ ബ്രാൻഡ് ഇമേജ് അങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതും. എല്ലാ ഹോസ്പിറ്റൽസിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലടക്കം ചിലപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചില കേസസൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടാവാം. പക്ഷേ അത്തരം പ്രശ്നങ്ങളെപ്പോലും അവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബ്രാൻഡുകളും സാധാരണ ഹോസ്പിറ്റലുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ബ്രാൻഡില്ലാതെ ചിലപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന വലിയ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഈ 9 കാര്യങ്ങൾ പ്രത്യേകമായി എടുത്ത് ശ്രദ്ധിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓൾ ദി ബെസ്റ്റ്.